question, Chichi, what is this law of attraction? Do you believe in it? എന്നൊക്കെ പറയുന്നത് ചിലപ്പോഴാണ് എന്നോട് ചോദിക്കും. See, I think ഇതൊക്കെ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയുന്നതിന് മുമ്പേ പണ്ടേ നമ്മൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. നമ്മൾ എന്ത് വിശ്വസിക്കുന്നു, നമ്മൾ എന്താണോ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, ചിന്തിക്കുന്നത്, ഇതാണ് നമ്മുടെ ലൈഫിൽ. 2012 ഡിസംബർ 26 രാത്രി 3 മണിക്ക് പേളിമാണി അമിത വേഗത്തിൽ ഓടിച്ചിരുന്ന കാർ നിർത്തിയിട്ടിരുന്ന ഒരു ലോറിയിലിടിക്കുന്നു. മുഖത്തും തലയിലുമായി 18 സ്റ്റിച്ചുകൾ. ഫ്രണ്ട്സ് എന്ന ലഹരിയിൽ അടിച്ചു പൊളിച്ച് നടന്നിരുന്ന പേളി തനിച്ച് ഹോസ്പിറ്റൽ കിടക്കയിൽ. അപ്പോഴും പേളിമാണിയുടെ മനസ്സിൽ 5 ദിവസം കഴിഞ്ഞ് ന്യൂ ഇയറിന് ഏറ്റെടുത്ത് അഡ്വാൻസ് വാങ്ങിയ ഒരു പ്രോഗ്രാമിനെ കുറിച്ചായിരുന്നു. ആ കാര്യം മോട്ടിവേഷൻ സ്പീക്കർ കൂടിയായ തൻ്റെ അച്ഛനോട് പേളിമാണി പറയുന്നു. അദ്ദേഹം അവൾക്കൊരു ഉപദേശം കൊടുക്കുന്നു. നീ ന്യൂ ഇയറിന് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു. നല്ല രീതിയിൽ അവിടെ കൂടിയ ആളുകളെ എല്ലാം ഇംപ്രസ് ചെയ്തുകൊണ്ട് എൻ്റർടൈൻ ചെയ്തുകൊണ്ട് അവിടെ ആങ്കറിങ് ചെയ്യുന്നു. ഇത് നീ വിഷ്വലൈസേഷൻ ചെയ്തുകൊണ്ടിരിക്കുക. പേളിമാണി അച്ഛൻ പറഞ്ഞ വാക്കുകൾ അതേപടി സ്വീകരിച്ചു. അതിൽ ഒരു തരി പോലും വിശ്വാസക്കുറവില്ലാതെ 3 ദിവസത്തിനുള്ളിൽ പേളിമാണി തനിയെ എണീക്കാൻ തുടങ്ങി, നടക്കാൻ തുടങ്ങി. ന്യൂ ഇയറിന് പേളിമാണി ദൃശ്യവൽക്കരണം ചെയ്തതുപോലെ അതിഗംഭീരമായി ആ പ്രോഗ്രാം ആങ്കർ ചെയ്യുകയും ചെയ്തു. ഡാഡിയുടെ അടുത്ത് ഞാൻ പറയുന്നുണ്ട്, ഡാഡി ന്യൂ ഇയറിന് എനിക്കൊരു പ്രോഗ്രാം ഞാൻ ഓൾറെഡി അഡ്വാൻസ് വാങ്ങിച്ചു. അപ്പം ഡാഡി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ മനസ്സിൽ നീ ആങ്കറിങ് ചെയ്യുന്നത് നീ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ഉറങ്ങുമെന്ന് പറഞ്ഞു. അതിൻ്റെ ഏറ്റവും പവർഫുൾ രീതിയിൽ ആൾക്കാരെ നീ എൻ്റർടൈൻ ചെയ്യുന്നതായിട്ട് നീ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ഇരിക്കാൻ പറഞ്ഞു. എനിക്ക് പിന്നെ പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഇല്ലായിരുന്നല്ലോ, ബിക്കോസ് ഐ വാസ് ബെഡ് റിഡൻ. ഡാഡി ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ 150% വിശ്വസിച്ച് ഞാനത് ചെയ്യും. ഐ ഡോണ്ട് ഡൗട്ട് ഇത് നടക്കൂ, ഇതിങ്ങനെയാണോ, ജഡ്ജ്മെന്റ് അങ്ങനെ. ആ ദിവസത്തിൽ നിന്ന് പേളിമാണിക്ക് ഒരു കാര്യം മനസ്സിലായി. ആ കാര്യം നമ്മളും മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഫിസിക്കലി എങ്ങനെയോ ആയിക്കോട്ടെ, പക്ഷേ നമ്മുടെ മനസ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നല്ലൊരു റേഡിയോ ജോക്കിയും ആങ്കറും നടിയുമായ പേളി, അതുകൂടാതെ ലോ ഓഫ് അട്രാക്ഷൻ, മൈൻഡ് പവർ എന്നിവയെക്കുറിച്ച് കൂടുതൽ അറിയുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ഒരാൾ കൂടിയാണ് പേളിമാണി. പേളിമാണിയുടെ ജീവിതത്തിൽ നിന്നും നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താവുന്ന, നമ്മെ വിജയത്തിലേക്ക് എത്തിക്കാവുന്നതുമായ ചില കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അതുകൂടാതെ പേളിമാണി തന്നിലേക്ക് വന്നിരുന്ന എല്ലാ നെഗറ്റീവ് കാര്യങ്ങളെയും ഉപബോധ മനസ്സിലേക്ക് കടത്തിവിടാതിരിക്കാൻ ഒരു ടെക്നിക് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ആ ടെക്നിക് എന്താണെന്ന് ഈ വീഡിയോയുടെ അവസാനത്തിൽ പറയുന്നതാണ്. അതിൽ ഒന്നാമത്തേത് അഫർമേഷൻ. പേളിമാണി ചെയ്തിരുന്ന, ഇപ്പോൾ ചെയ്യുന്നതുമായ ഒരു കാര്യമുണ്ട്. ഒരു ബുക്ക് എടുത്തതിന് ശേഷം നമ്മുടെ ചിന്തയെ ഒന്ന് നിരീക്ഷിച്ചതിന് ശേഷം നമ്മളെക്കുറിച്ചും നമ്മുടെ ചുറ്റുപാടുകളെക്കുറിച്ചും നാം ചിന്തിക്കുന്ന നെഗറ്റീവായ കാര്യങ്ങൾ പോസിറ്റീവായി അഫർമേഷനാക്കി എഴുതുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, നിങ്ങളുടെ ചിന്തയിൽ നിങ്ങൾ കാണാൻ ഭംഗിയില്ലാത്ത ആളാണ് എന്നാണ് നിങ്ങൾ എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതെങ്കിൽ ഐ ആം ബ്യൂട്ടിഫുൾ എന്നെഴുതുക. ഇതുപോലെ നിങ്ങളുടെ ഓരോ നെഗറ്റീവ് ചിന്തകളെയും പോസിറ്റീവാക്കി അഫർമേഷനായി എഴുതുക. പേളിമാണി പറയുന്നു, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ഇല്ലേ, അത്രയും വാല്യൂ ഈ അഫർമേഷനുകൾക്ക് കൊടുക്കണമെന്നാണ്. നല്ല ഫീലിങ്സോടുകൂടി, വിശ്വാസത്തോടുകൂടി ദിവസത്തിൽ 2 തവണ നിങ്ങൾ ഈ എഴുതി വെച്ച അഫർമേഷൻ പറയേണ്ടതുണ്ട്. നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു സ്റ്റെപ്പാണ് ഇത്. 2, പോസിറ്റീവ് തിങ്കിങ്. നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളും തിങ്ക് ചെയ്യുന്ന കാര്യങ്ങളുമാണ് നമ്മളിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ ചിന്തയെ നിരീക്ഷിക്കുക. ഒരു മനുഷ്യനെന്ന നിലയിൽ നമുക്ക് എപ്പോഴും നമ്മുടെ ചിന്തയെ നിരീക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് ഇടയ്ക്കിടെ നമ്മുടെ ചിന്തയെ നിരീക്ഷിക്കുകയും അപ്പോഴുള്ള നമ്മുടെ ചിന്തയെ നെഗറ്റീവായി തോന്നുകയാണെങ്കിൽ അതിനെ പോസിറ്റീവായി മാറ്റുകയും ചെയ്യുക. ഉദാഹരണത്തിന്, നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ചിന്തയെ നിരീക്ഷിക്കുന്ന സമയത്ത് നിങ്ങളുടെ ചിന്ത എൻ്റെ കയ്യിൽ പണമില്ല എന്നതാണെങ്കിൽ അപ്പോൾ തന്നെ ആ ചിന്തയെ മാറ്റി പല വഴികളിലൂടെ നിരന്തരമായി പണം എന്നിലേക്ക് വരുന്നു എന്നുപോലെ നിങ്ങൾക്ക് സന്തോഷം തരുന്ന പോസിറ്റീവ് ചിന്തയാക്കി അതിനെ മാറ്റാൻ ശ്രമിക്കുക. 3,
വിഷ്വലൈസേഷൻ. അതിനെക്കുറിച്ച് നമ്മൾ ഈ വീഡിയോയിലെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു. നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നതായി കണ്ണടച്ചുകൊണ്ട് ആ ഫീലിങ്സോടുകൂടി നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അത് എത്രയും ക്ലിയർ ആകുന്നുവോ അത്രയും ക്ലിയർ ആക്കിക്കൊണ്ട് കാണുക. അതാണ് വിഷ്വലൈസേഷൻ. വിഷ്വലൈസ് എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിൽ കാണും. ഇപ്പോൾ ഒരു കാർ ഓടിക്കുന്നതിന് മുൻപേ ആ കാറിനകത്ത് നമുക്ക് ഇരിക്കാൻ പറ്റും, ആ കാറിൻ്റെ സ്റ്റിയറിങ്ങിൽ നമുക്ക് തൊടാൻ പറ്റും, ആ കാറ് നമുക്ക് ഓടിക്കാൻ പറ്റും. പേളിമാണി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പേളിമാണിയിലേക്ക് എന്തെങ്കിലും നെഗറ്റിവിറ്റി വരികയാണ് ചിന്തയിലൂടെയോ മറ്റു ആളുകൾ പറയുന്നതിലൂടെയോ സോഷ്യൽ മീഡിയയിലൂടെയോ ന്യൂസ് പേപ്പറിലൂടെയോ ഏത് രീതിയിലും ആയിക്കൊള്ളട്ടെ, അപ്പോൾ തന്നെ പേളിമാണി ചെയ്യുന്നൊരു കാര്യമുണ്ട്. ക്യാൻസൽ ക്യാൻസൽ എന്ന് 3 തവണ പറഞ്ഞുകൊണ്ട് നെറ്റിയിൽ 3 വട്ടം ടാപ്പ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇത്. നമ്മുടെ കേൾവിയിലൂടെ അല്ലെങ്കിൽ കാഴ്ചയിലൂടെ അല്ലെങ്കിൽ ചിന്തയിലൂടെ എന്തെങ്കിലും നെഗറ്റീവ് കാര്യങ്ങൾ അത് നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് കടത്തിവിടാതിരിക്കാനുള്ള ഒരു പവർഫുൾ ടെക്നിക്കാണ് ഇത്. ഈ ഒരു ടെക്നിക്ക് നമ്മുടെ ജീവിതത്തിലും നമുക്ക് പിന്തുടരാവുന്ന ഏറ്റവും പവർഫുള്ളായ ഒരു ടെക്നിക്കാണ്. നെഗറ്റീവ് ഇന്നത്തെ ലോകത്ത് എപ്പോൾ വേണമെങ്കിലും നമ്മളൊരു നെഗറ്റീവിനെ കാണാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനൊരു ഐഡിയ ആണ് നമ്മുടെ മനസ്സിനോട് നമ്മളത് അപ്പം തന്നെ ക്യാൻസൽ 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 എന്ന് പറയും. ബിക്കോസ് ഇവിടെ നമ്മുടെ മൈൻഡിൻ്റെ ഒരു പൊസിഷനായിട്ട് ഞാൻ ഇമാജിൻ ചെയ്യുന്നത്, നിങ്ങൾക്ക് അത് വേറെ രീതിയിൽ ചെയ്യാം. പക്ഷേ ഐ ജസ്റ്റ് സേ ക്യാൻസൽ ക്യാൻസൽ ക്യാൻസൽ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അയാൾ എന്ത് പറഞ്ഞാലും കാര്യം. എപ്പോഴും നിങ്ങൾ പോസിറ്റീവായിരിക്കുക, എല്ലാവരോടും പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുക, ബോഡി തളർത്തിയിടാതെ സ്ട്രോങ് ആയി നിലനിർത്തുക, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക. പേളിമാണിയുടെ ജീവിതം ഉയരത്തിലേക്ക് എത്തിച്ച ചില കാര്യങ്ങളാണ് ഇവ. ഇത് നിങ്ങളുടെ ജീവിതവും ഉയരത്തിലേക്ക് എത്തിക്കാവുന്ന കാര്യങ്ങളായി മാറട്ടെ.